നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായതിൻ്റെ വിഷമത്തിലാണ് ആരാധകർ. യഥാർത്ഥത്തിൽ അതൊരു വലിയ ആഘാതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നോർവേ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഈ ഘട്ടത്തിൽ എന്തായിരുന്നു ആ കളിയിലെ വഴിത്തിരിവ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും 13ാമത്തെ മിനിറ്റിൽ ലഭിച്ച ആ പെനാൽറ്റി ബ്രൂണോ ഗിമറസിനെ ഗോളാക്കി മാറ്റാൻ കഴിയാത്തത് തന്നെയാണ്. അത് ഗോളാക്കിയിരുന്നെങ്കിൽ, ആ പെനാൽറ്റി ഗോളാക്കിയിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറുമായിരുന്നു. ബ്രസീൽ തീർച്ചയായും ആധിപത്യം നേടുമായിരുന്നു. കളിയിൽ ഒരുപക്ഷെ 2-3 ഗോളുകൾക്ക് ബ്രസീൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നോർവേ അതിൻ്റെ ഗോൾ കീപ്പർ നൈലൻഡിനോട് നന്ദിയുള്ളവരായിരിക്കും. കാരണം നൈലൻഡാണ് അതിമനോഹരമായി ഇടത്തോട്ട് ചാടി ഡൈവ് ചെയ്ത് ആ ഗോള് ആക്കാതെ ആ പെനാൽറ്റി സേവ് ചെയ്യുന്നത്. ആ നിമിഷത്തിൽ ബ്രസീൽ പതറിപ്പോയിരുന്നു. ബ്രസീലിനെ ഈ കളിയിൽ നിന്ന് മാനസികമായി പിന്നോട്ടടിച്ചത് ആ പെനാൽറ്റി പാഴാക്കിയതാണ്. പാഴാക്കി ആരും ബോധപൂർവം പാഴാക്കുന്നില്ല. ഒരു കളിക്കാരനും പെനാൽറ്റി പാഴാക്കുന്നില്ല. അത് ഗിമറസിന് നിർഭാഗ്യവശാൽ ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. എന്തായാലും കളിയിലെ വഴിത്തിരിവ് എന്താണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാവുന്നത് ആ കളിയിലെ വഴിത്തിരിവ് അത് ബ്രസീലിനെ സംബന്ധിച്ചായാലും നോർവേയെ സംബന്ധിച്ചായാലും അത് ആ പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ പെനാൽറ്റി ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ നോർവേയെ സംബന്ധിച്ചിടത്തോളവും നോർവേയും മാനസികമായി പിന്നോക്കം പോകുമായിരുന്നു. ബ്രസീൽ കൂടുതൽ ആധിപത്യം നേടുമായിരുന്നു. എന്തായാലും അത് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. കളിയിൽ ബ്രസീൽ തോറ്റു, ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു.